പോണില്ല, തലയിൽ പോണില്ല ഈ സാധനം. ഇതിനൊന്നും ഇറക്ക് കയ്യിൽ വേണമെന്നില്ല. എന്റെ കൂടെ ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കുട്ടി പറയും, നിങ്ങളൊന്ന് കേട്ട് നോക്ക് കേട്ടോ. അതെ, മേക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കിളികളെയൊക്കെ കാണാൻ പോകണം കേട്ടോ. വേറെ എവിടെയില്ല, അമ്മായിപ്പാലത്തല്ല, നമ്മുടെ സ്വന്തം സ്വർഗം ഫിഷ്ലാൻഡിലേക്ക്. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉള്ളത് ഞാൻ കുറച്ച് ദിവസം മുന്നേ കേട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത്രയ്ക്കും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് വന്ന് നമുക്ക് കാണുമ്പോഴേ എൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പിന്നെ ഇവിടെ വരാൻ വേണ്ടി പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇന്ന് ഞങ്ങളുടെ പപ്പയുടെ മമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും വീട്ടിലിരുന്ന് ആഘോഷിക്കുന്നുണ്ട്. ഈ വട്ടത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഈ സ്പോട്ട് കണ്ടുപിടിച്ചതിൻ്റെ ക്രെഡിറ്റ് വേറെ ആർക്കും അല്ല കേട്ടോ, ചേച്ചിക്കാണ്. അവളാണ് പറഞ്ഞത് നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടടി, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കുറേ പേര് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം, പിന്നെ നമ്മുടെ അടുത്തും കൂടെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 10-11 മണി ആയപ്പോഴേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഒന്ന് മീൻ പിടിക്കാനും പിന്നെ ഈ കിളികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതാണ് സംഭവം. നമുക്ക് കയ്യിൽ അവർക്ക് കൊടുക്കാനുള്ള തീറ്റയൊക്കെ തരും. നമ്മൾ കയ്യിൽ വെച്ചാൽ മാത്രം മതി, പറന്ന് എവിടെ നിന്നൊക്കെയാണ് കിളികൾ വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഞാൻ കൊടുക്കില്ല എന്നുള്ള ഉദ്ദേശത്തിലായി നിന്നേ. പക്ഷേ നേരെ ആദ്യം വന്ന് എൻ്റെ ഫോണിലിരുന്നു, പിന്നെ ദേ എൻ്റെ തലയിലും കയറിയിരുന്നു കേട്ടോ. കയറിയിരുന്നപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ദൈവമേ എങ്ങാനും തൂറി വെക്കുമോ അതോ വല്ല കടിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു കുഴപ്പമില്ല. പിന്നെ അതുങ്ങൾ നമ്മൾ പിടിക്കാൻ പാടില്ല കേട്ടോ, പിടിക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സത്യം പറയല്ലോ, ഞാൻ ഇപ്പോൾ ഇത്രയും കൊല്ലമായി ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സ്ഥലം ഞാൻ ഇതേ പറയുള്ളൂ. കാരണം കിളികളൊക്കെ ഇങ്ങനെ വന്നിരിക്കണം, എന്തൊരു ഭംഗിയാണ്, നമുക്ക് കുറേ നേരം അവിടെ തന്നെ ഇരിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ദേ ഒരു കിളി എൻ്റെ തലയിൽ കയറി വന്നിരുന്നു, പിന്നെ നേരെ ഞാൻ തട്ടി വിട്ടപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് എൻ്റെ ബാഗിൻ്റെ വെള്ളേക്കൊന്ന് ചെറുതായിട്ട് കടിക്കുന്നുണ്ട്, എന്നാലും വലുതായിട്ട് കടിക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടും മാച്ചിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇറങ്ങി പോകുന്ന തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ എത്ര തട്ടി വിട്ടിട്ടും പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇതിങ്ങനെ അതുങ്ങളുടെ നഖം വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ തട്ടി വിട്ടപ്പോൾ നേരെ എൻ്റെ ഫോണിലോട്ട് കയറി വന്നിരുന്നു കേട്ടോ. പിന്നെ അതേ ചേച്ചിക്ക് കയ്യിൽ പിടിക്കണം എന്നുണ്ടായിരുന്നു, പിടിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അതുങ്ങൾ കൈ കയറിയിട്ട് നഖം കൊള്ളുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈസ് നമുക്കൊരു ഇറിറ്റേഷൻ പോലെ, ഒരു കൊണ്ട് കയറുന്നൊരു പോലെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ അതുങ്ങളുടെ ഭക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ കൊത്തുമ്പോൾ നമുക്കും ചെറുതായിട്ടൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതുങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഭക്ഷണം കൊത്തി കഴിക്കുമ്പോഴൊരിത് കേട്ടോ. പിന്നെ അവൾക്ക് തലയിലും ഷോൾഡറിലൊക്കെ ഇരുന്നപ്പോൾ ഇഷ്ടമായി. പിന്നെ ഫുള്ള് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ മീക്കുട്ടിനെ ആ ഭാഗത്ത് കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. ബസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് മീൻ പിടിച്ചെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേനും കിളിനെ കണ്ടപ്പോഴത്തേനും ആൾക്ക് പേടിയായും മേത്ത് വന്നിരിക്കും, കൈ കൊണ്ട് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പപ്പയാണ് മിലുവിനെ എടുത്തത്. പപ്പേൻ്റെ മേത്തൊക്കെ കിളി വന്നിരുന്നപ്പോൾ മിലു ആദ്യം ഒന്ന് നോക്കി, പിന്നെ അവൻ്റെ കയ്യിലൊക്കെ കിളി വന്നിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ കൂളായിട്ടാണ് തട്ടിക്കളയുക ചെയ്തിട്ടുണ്ടായിരുന്നേ. തലേന്ന് പോണില്ല ഈ സാധനം. അവിടെ തന്നെ പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു, നമുക്ക് ഫിഷിനും തീറ്റ കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കയ്യിലോട്ട് ഫിഷിനുള്ളത് തീറ്റ തരും, നമ്മൾ കൈ ഇറക്കി വെച്ചാൽ മതി. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇക്കിളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമായി, ഇതൊക്കെ ഇഷ്ടമായി കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തെങ്കിലും വേദന എന്നുള്ള സംഭവമൊന്നുമില്ല, നമുക്ക് ഇക്കിളി ആവുന്ന പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതേ അവിടെ നിന്നപ്പോഴത്തേനും പപ്പയുടെ ബാക്കിലൊരു കിളിയിരുന്നു, മിലുവിൻ്റെ കയ്യിലൊരു കിളി വന്നിരുന്നേ. ഞാൻ വെച്ച് കരയുന്നു, പക്ഷെ അവൻ കരഞ്ഞില്ല, അവൻ കൂളായിട്ട് തട്ടിക്കളഞ്ഞു കേട്ടോ. എനിക്ക് മീനിന് തീറ്റ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 2-3 വട്ടമൊക്കെ മേടിച്ച് തീറ്റ കൊടുത്തു കേട്ടോ. ആദ്യം കയ്യിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇക്കളാവും, പിന്നെ ഞാൻ പെട്ടെന്ന് കുടഞ്ഞിടും കേട്ടോ. ഇഷ്ടം പോലെ മീനുകളുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കയറാൻ വരുന്ന ചാർജ് 50 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് 3 വയസ്സിന് മുകളിലാണ് ടിക്കറ്റ് എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു, നമുക്ക് ഇത്ര മിനിറ്റൊന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയം ആരും ഇല്ലായിരുന്നു കേട്ടോ. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ് കേട്ടോ. ഈ കിളികൾ കയ്യിൽ വന്നിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ ഒരു പെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഇണങ്ങി നന്നായിട്ടിരിക്കുന്ന ഒരു പെറ്റ്സിനെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഇത് കിളികളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ കിളികൾ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. കയറിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വലിയ പേടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ മേത്തിരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷനുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണമെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ പാർക്കും സംഭവങ്ങളൊന്നും അത്ര അധികമില്ല, എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്, അയാളെ ഞാൻ വൈകാണ്ട് കാണിച്ചു തരാവേ. ഇതാവുന്നുണ്ടോ? പിന്നെ ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 40 രൂപയുണ്ട്. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 8 മണി, അതായത് രാത്രി 8 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെയൊന്നും പോകുന്നില്ല, എപ്പോഴേലൊക്കെ അല്ല. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടാവില്ല, ഒന്ന് ചെന്ന് നോക്കട്ടെ. ഇതൊക്കെ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മിലുക്കൂട്ടിനെ കുറേ നേരം കണ്ട് അവന് ബോറടിച്ച് പിന്നെ അവന് ചെറുതായിട്ട് പേടി തുടങ്ങി കേട്ടോ. പിന്നെ അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും കരയാൻ തുടങ്ങി. പിന്നെ എന്തായാലും എൻ്റെ ഷോൾഡറിൽ ആരെങ്കിലും ഒരാൾ വന്നിരിക്കും. ഒന്നില്ലെങ്കിൽ മാച്ചായിട്ടുള്ള ഒരു കിളിയായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കിളി. എന്താണെന്നറിയില്ല, എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടം തോന്നി. പിന്നെ വന്നിരിക്കുമ്പോൾ അവൾ വീഡിയോ എടുക്കാണ്ട് വിടുമോ? ഞാൻ ഫുള്ള് വീഡിയോ എടുത്ത് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഈ കിളി എന്തേതാ എൻ്റെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ദേ പപ്പേൻ്റെ ഷോൾഡറിൽ ഇരിക്കുന്ന, നേരത്തെ എൻ്റെ മേത്തിരുന്നില്ല ആ കിളി. മെല്ലെ പിടിച്ച് ബാഗിലിട്ട് കൊണ്ടുപോയാലോ? പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒച്ചയിട്ടാ നാണക്കേടാ. വേണ്ട. എന്തായാലും കിളീൻ്റെ സംഭവം എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മാത്രമല്ല, പപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇവിടെ വരുന്ന ആർക്കാണെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. മമ്മിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ പറഞ്ഞില്ല. പിന്നെ മമ്മി അതുങ്ങളോട് വിശേഷം ചോദിക്കലായി, ഭക്ഷണം കഴിച്ചോന്നായി, വീട്ടിലെ വിശേഷം തിരക്കിലായി, ഫുള്ള് വിശേഷം അന്വേഷിക്കലായി. അതുങ്ങൾക്ക് മമ്മീനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കയ്യിലും തലയിലും മേത്തൊക്കെ വന്നിരിക്കാനും തുടങ്ങി കേട്ടോ. മമ്മീനെ അവർക്ക് ഉമ്മ കൊടുക്കലും പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. കിളി മാത്രമല്ലല്ലോ അവിടെയുള്ള, പിന്നെ ഞങ്ങൾ മാറി ഫിഷിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലും ഈ കുട്ടിക്ക് പേടിയായിരുന്നു. ബസ്സിൽ നിന്ന് ഡമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ കഥയിലെ നായകൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മളാരും ശല്യപ്പെടുന്നില്ല, അവിടെ കിടന്നുറങ്ങിക്കോട്ടെ, ആർക്കും നിർബന്ധമില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾ ചോദിച്ചു, തലയിലിട്ട് തരണമെന്ന്. വേണ്ട, ആ പരിപാടിക്ക് ഞാനില്ല, ഞങ്ങളുമില്ല. പിന്നെ അവിടെ തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ഉപ്പിലിട്ട സാധനങ്ങൾ, ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു, പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോപ്കോണൊന്നും മേടിച്ചില്ല, ഉപ്പിലിട്ടത് മാത്രം മേടിച്ചിട്ടോ. പൈനാപ്പിളാണ് മേടിച്ചത്.
പിന്നെ ഇവിടെ കാറ്റും ഉണ്ടായിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. വയലായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റാണ്. ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പേസും ഊഞ്ഞാലും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ദേ ഈ തോണി കയറി. അത് ഞങ്ങൾ കരുതിയത് പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ പിള്ളേർക്കുള്ളതൊന്നുമല്ല, വലിയ ആൾക്കാർക്കും കയറാം. 50 രൂപ തന്നെയാണ് കേട്ടോ ഒരാൾക്ക് ചാർജ്. അപ്പം ഞങ്ങൾ കയറാമെന്ന് വെച്ചപ്പോൾ ഒറ്റ മനുഷ്യന്മാരില്ല, ഞങ്ങൾ മാത്രം. ഞാനും മമ്മിയും ചേച്ചിയും മേക്കുട്ടിയും കയറിയപ്പം ചെറുതായിട്ട് പോകുന്നുള്ളൂ, വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും മമ്മിക്ക് തലകറക്കമായി, മേക്കുട്ടിക്ക് പേടിയും കരച്ചിലായി. അപ്പോൾ അവരെ പകുതിയിൽ ഇറക്കി വിട്ട് പിന്നെയും ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. മതിയായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഇല്ല മമ്മി, ഇത് ഇല്ല മമ്മി ഒന്നും. ഒരുവിധം ഞങ്ങൾ പിടിച്ചിർത്താൻ ശ്രമിച്ചെങ്കിൽ ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കില്ല. സ്പീഡ് കൂട്ടാനും സമ്മതിക്കില്ല. മേക്കുട്ടിയാണെങ്കിൽ ഫുള്ള് കരച്ചിലും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പകുതി നിർത്തി ഇവരൊന്ന് ഇറക്കി വിട്ടേര്, ഇവരൊന്നും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കയറ്റാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് ആടി കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി സ്പീഡില്ല, എന്നാലും നല്ല സ്പീഡുണ്ട്. നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ ഒരാളല്ലേ. അതിന് മുമ്പേ ഞാൻ കയറിയ റൈഡിൽ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നു. പക്ഷേ ഈ വട്ടം അങ്ങനെയൊന്നും വന്നില്ലായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. നിന്നെ എടുക്കട്ടെ, നിന്നടെ. റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു തല കറങ്ങുന്ന പോലെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിശന്നു, അപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഇവിടെ ദേ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് ചൂണ്ട കിട്ടും, വലിയ ചൂണ്ടയും ചെറിയ കൈച്ചൂണ്ടയും വലിയ ചൂണ്ടയും കിട്ടും. നമുക്കിവിടെ നിന്ന് മീൻ പിടിച്ച് ഇവിടെ തന്നെ സെല്ല് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും വലിയൊരു മീൻ ഉണ്ടായിരുന്നു കേട്ടോ, ആരോ പിടിച്ച് ഇവിടെ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഇവിടെ ചെറിയ ഫൈറ്റേഴ്സും പിന്നെ ചെറിയ ചെറിയ താറാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ചൂണ്ടിടുന്ന ഏകദേശം എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ കയറി. ചേച്ചിയും മമ്മിയും പപ്പയും ചോറാണ് കേട്ടോ മേടിച്ചത്. ഞാനും മേക്കുട്ടിയും പൊറോട്ടയും ബീഫുമാണ് മേടിച്ചത്. കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് പിടിക്കുന്ന മീൻ തന്നെ അവർ നമുക്ക് ഫ്രൈ ചെയ്തും തരുവേ. ആദ്യം പുഴയിലൊരു അനക്കം കേട്ടപ്പോൾ ഞാൻ കരുതി മീനായിരിക്കുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞത് മീനാണ്. പക്ഷേ മീനൊന്നുമല്ല, താറാവ് അവിടെ കിടന്ന് കുളിക്കുമായിരുന്നേ. പിന്നെ അവിടെ ഞങ്ങൾ നേരത്തെ ഒരു ഊഞ്ഞാലിലും ചെന്നിരുന്നു കുറേ നേരം ഊഞ്ഞാലാടി കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഓരോ മരത്തിൻ്റെ ഇടയിൽ ഓരോ ബെഞ്ച് ഇട്ടിട്ടുണ്ടാവും. അവിടെ ഇരുന്ന് നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം, ചായ കുടിക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇങ്ങനത്തെ ഓരോരോ പാലങ്ങളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ നടന്നു പോകും. അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരുന്നേ. ഇവിടെ കാണാൻ ഒത്തിരി ഉണ്ടെന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. കാണാനും നമുക്ക് ആ കിളികളുടെ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെയൊക്കെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഒത്തിരി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് വരാനും ചൂണ്ടിയിട്ട് മീൻ പിടിക്കുക, അതൊക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പറയും, നിങ്ങൾ എന്തായാലും ഈ സ്ഥലം ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ഫീഡ് ചെയ്യാൻ പറ്റുന്ന കിളി ഉണ്ടായിരുന്നില്ല, കിളീനെ ഒന്നും ഇഷ്ടമായില്ലേ? ഇഷ്ടായി. അപ്പം എന്താ കിളിയൊന്നും കയ്യിലൊന്നും ഇരിക്കാൻ സമ്മതിക്കാത്ത? അത് കിളി എൻ്റെ കയ്യിലൊന്നും ഇരിക്കണ്ടെന്ന്, തീറ്റ തന്നാലേ ഇരിക്കുള്ളൂ. തീറ്റ തന്നല്ലേ? അപ്പം നീയല്ലേ പറഞ്ഞു എനിക്ക് പേടിയാന്ന് കരഞ്ഞിട്ടല്ലേ? എനിക്ക് കിളീന് ഇഷ്ടമാണ്. അപ്പോൾ തക്കുവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.